ആനകളുടെ ചിഹ്നം വിളിയാ. ദേ ഇപ്പൊ പുറത്തിറങ്ങി നിന്ന ആനകൾ വരിവരിയായി വെള്ളം കുടിക്കാൻ പോണത് കാണാം. എനിക്ക് പേടിയാ. എനിക്ക് ഈ വക ഒരു ജന്തുവിനെയും പേടിയില്ല. ഇവര് പേടിക്കേണ്ട കാര്യം തിരിക്കുന്നു. ഇവര് ഈ രൂപത്തിൽ കാട്ടിലോട്ട് കയറി കഴിഞ്ഞാൽ മൃഗങ്ങൾ വിചാരിക്കും അവരെ കൂട്ടത്തിലുള്ള ഏതോ ഒരു ജീവിയാണെന്ന്. എന്താ ഒരു മണം? ഏതോ കാട്ടുപൂവിന്റെ മണോ? ഏതോ കാട്ടുപൂവിന്റെ മണമല്ല, കള്ളിപ്പാല പൂത്ത മണമാ. കള്ളിപ്പാലയോ? ആ, കള്ളിപ്പാല, പിന്നെ കുടകപ്പാല, എഴിലം പാല, അങ്ങനെ പലതരം പാലകളുണ്ട്. ആ, പാല പൂത്തോ അന്ന് രാത്രി യക്ഷി ഇറങ്ങും. പാല പൂക്കുന്ന രാത്രിയില് യക്ഷികൾ ഇറങ്ങോ? ഉറപ്പായിട്ടും ഇറങ്ങും. വടയക്ഷി, ചുടലയക്ഷി, വിടലയക്ഷി, അങ്ങനെ എല്ലാം ഇറങ്ങും. ആ, അതുപോലെ ഉറപ്പായിട്ടും ഇറങ്ങും. ആറുകൊല ആരാ? പിന്നെ നിന്റെ അമ്മായിയച്ഛൻ. അത് ഓട്ടം തുള്ളൽ കലാകാരനായ എന്റെ അച്ഛനല്ലേ? എടീ, കെട്ടിത്തൂങ്ങിച്ചത്തവന്റെ പ്രേതമാ അറുകൊല. വെള്ളത്തി മുങ്ങിച്ചത്തവന്റെ പ്രേതത്തിന് ജലമർദ്ദ എന്നും പറയും. നിരാശാകാമുകനായി റെയിൽപാളത്തിൽ തലവച്ച് മരിച്ചവന്റെ പ്രേതത്തിന് ദയനീയ പിശാചെന്നും പറയും. അമ്മ ഇവരെയൊക്കെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോന്ന്? ഈ തമിഴ് പ്രേതങ്ങൾക്ക് നല്ല മസാല ദോശയുടെയും സാമ്പാറിന്റെയും മണമാണ്. പ്രേതങ്ങൾക്ക് ഇങ്ങനെ തരംതിരിവൊക്കെ ഉണ്ടോ? ഉണ്ട്, സത്യം. ഞാൻ ഒരിക്കല് ട്രെയിനിൽ നിന്നിറങ്ങി രാത്രി വീട്ടിലേക്ക് നടന്നു വരികയായിരുന്നു. യോ, പാതിരാത്രി കഴിഞ്ഞ സമയം, കുറ്റാങ്കുറ്റി ഇരുട്ട്, ചീവീടുകളുടെ മർമ്മര ശബ്ദം. ഇരുട്ടിന്നൊരു പെണ്ണിന്റെ ശബ്ദം. ചുണ്ണാമ്പുണ്ടോ ചേച്ചിന്ന്. ഞാൻ നോക്കിയപ്പോഴേ ഒരു വടലയക്ഷി. അമ്മയൊരു സംശയം. എന്താ? ഈ യക്ഷികളൊക്കെ ചുണ്ണാമ്പ് കച്ചവടക്കാരായിരിക്കോ? അല്ലടാ, ഈ ആത്മഹത്യ കഴിഞ്ഞ് ചെല്ലുന്ന പെണ്ണുങ്ങളുടെ ആത്മാക്കളെ ആദ്യം ഈ ചുണ്ണാമ്പ് ചൂളയിലിട്ട് നീറ്റും. അങ്ങനെയാണല്ലേ? ആ, നല്ല തലമുടിയാ. ഇത് കെമിക്കൽ ഷാമ്പു ഉപയോഗിച്ച് നശിപ്പിക്കരുത്. നല്ല ചെമ്പരത്തി താളിയിട്ട് കുളിച്ചാ മതി. ഇപ്പോഴത്തെ കാലത്ത് വാഷ്റൂമില് ചെമ്പരത്തി താളിയൊക്കെ തേച്ച് കുളിക്കാൻ ഒക്കുവോ അമ്മമ്മേ? ഓ, അതും ശരിയാ. കാലം മാറിയത് അമ്മമ്മയും മറന്നുപോയി. ഒരു കാര്യം ചോദിച്ചാ അമ്മമ്മയുടെ സത്യം മാത്രമേ പറയാവൂ. പിന്നെ അമ്മമ്മയോട് നുണ പറയോ? എന്താ അമ്മമ്മ ചോദിക്കാനുള്ള? തറവാടിന്റെ അവകാശം രാജുവിന് കൊടുത്തതില് മോക്ക് സന്തോഷാണോ? അതെന്ത് ചോദ്യം അമ്മമ്മ? എന്റെ രാജുവിന് എന്ത് കൊടുത്താലും അതിൽ ഏറ്റവും കൂടുതൽ സന്തോഷം എനിക്കല്ലേ. എന്റെ മോളുടെ സന്തോഷ അമ്മമ്മയുടെയും സന്തോഷം. മോൾക്ക് സന്തോഷാവാൻ വേണ്ടി തന്നെയാ ഞാൻ സൂര്യമംഗലത്തിന്റെ എല്ലാ അവകാശങ്ങളും രാജുവിന് കൊടുക്കാന്ന് വാക്കാൽ പറഞ്ഞത്. ഇനി അതെല്ലാം രജിസ്റ്റർ ചെയ്യണം. ഒരു ഭർത്താവിനെ കിട്ടാൻ വേണ്ടിയുള്ള പ്രണയം മാത്രമല്ല അമ്മമ്മേ എനിക്ക് രാജുവിനോടുള്ളത്. രാജു എനിക്ക് ദൈവം അമ്മമ്മേ. ചിലപ്പോ തോന്നും അമ്മേ, മുന്നോട്ട് വരരുതെന്നാ ഞാൻ പറഞ്ഞേ. കൊല്ലും ഞാൻ. സൂര്യമംഗലത്തിന് നാണക്കേടുണ്ടാക്കി വെച്ചിട്ട് നീ എന്ത് ധൈര്യത്തിലടി കയറി വന്നത്? കടന്നു പോയിക്കോ, അല്ലെങ്കിൽ ഈ മുറ്റത്തിട്ട് നിന്നെ കൊല്ലും. കൊല്ലുന്നെനിക്ക് കൊല്ല്. പക്ഷെ എനിക്ക് പറയാനുള്ളതും കൂടി കേൾക്കണം. എനിക്കൊന്നും കേൾക്കണ്ട, കടന്നു പോയിക്കോ. ഞാൻ അമ്മയുടെ മകള് തന്നെയാ, കേൾപ്പിച്ചിട്ടേ പോകൂ.
അമ്മയ്ക്ക് കൊല്ലണമെങ്കിൽ എന്നെ കൊല്ലാം. മാനുഷ്യ മൂല്യങ്ങളും ധാർമ്മികതയും മനുഷ്യ സ്നേഹമൊക്കെ എന്നെ പഠിപ്പിച്ചത് മഹാദേവ വർമ്മ സാറാണ്, പത്മാവതിയുടെ അച്ഛൻ. ഇഷ്ടപ്പെട്ടവർ തമ്മിൽ കല്യാണം കഴിക്കുന്നത് തെറ്റാണെന്ന് അദ്ദേഹം ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇഷ്ടപ്പെട്ടവരുടെ ചങ്ക് കീറി മുറിച്ചിട്ടാണോടാ കല്യാണം കഴിക്കുന്നേ? വിശാല മനസ്സുള്ള മഹാദേവ വർമ്മ സാറിന്റെ ഭാര്യയ്ക്കും വലിയ മനസ്സായിരിക്കുന്ന ഞാൻ വിചാരിച്ചത്. അക്കാര്യത്തിൽ എനിക്ക് തെറ്റുപറ്റിപ്പോയി, ക്ഷമിക്കണം. കൊല്ലരുത്, ഞങ്ങൾ പോയേക്കാം. മനസ്സിൽ നിങ്ങൾ രണ്ടുപേരും ദൈവവിഗ്രഹങ്ങളായി തന്നെ ഉണ്ട്. കാണണമെന്ന് എപ്പോ തോന്നുന്നു അപ്പൊ ഞങ്ങളെ വിളിക്കാം, ഞങ്ങൾ വരും. നീ വാ. അച്ഛൻ അനിയായും മാനസപുത്രനായും കണ്ട ഒരാളെയാ ഞാൻ കല്യാണം കഴിച്ചത്. ഇവനെനിക്ക് പിറക്കാതെ പോയ മകനാണെന്ന് അമ്മയും പലവട്ടം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരാളെ ഞാൻ സ്നേഹിച്ചു പോയെങ്കില് അതിന്റെ ഉത്തരവാദികളും നിങ്ങൾ തന്നെയാ. വിവാഹപ്രായം എത്തിയൊരു പെൺകുട്ടിയുടെ മുന്നിൽ വെച്ച് മറ്റൊരു ചെറുപ്പക്കാരനെ പുകഴ്ത്തരുത്. മാതാപിതാക്കൾക്ക് ആരാധനയുള്ള ഒരാളോട് മകൾക്ക് പ്രേമം തോന്നുന്നത് സ്വാഭാവികം. എന്റെ അമ്മ തന്ന സ്നേഹം മരണം വരെ എനിക്ക് മറ്റൊരിടത്തു നിന്ന് കിട്ടില്ല. മാപ്പ്. എന്നെ ശപിക്കരുത് എന്റെ പൊന്നമ്മ.